ഹായ് നമസ്കാരം എല്ലാവർക്കും ബോധ്യ ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊരു റിവിഷൻ ടൈമിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. അതായത് നദികൾ എന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കുക. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും ഇനിയിപ്പോൾ പഠിക്കാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ ആയിട്ട് എഴുതിയെടുക്കുക. എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് റിവിഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ധാരാളം ചെയ്ത് നോക്കണം. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് ചോദ്യങ്ങൾ എടുത്ത് നോക്കുന്നത് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് കുറച്ച് ഒരു 1 വീക്ക് ഇത് പരീക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പലതും PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളിതൊരു എക്സാം പോലെ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഇത് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഇത് കേട്ട് പഠിക്കുന്നവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഓപ്ഷൻ വായിക്കാത്തത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ നദിയും ഏത് തന്നെയാണ്? നമ്മുടെ പെരിയാർ നദി തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. അടുത്തത്, ദക്ഷിണ ഗംഗ. PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. നാലാമത്തെ ചോദ്യം, ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയാണ്. ഗംഗോത്രി ഹിമാനിയാണ്. അപ്പൊ നിങ്ങൾ 1 2 3 4 ഇങ്ങനെ നമ്പർ ഇട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ എഴുതാൻ നോക്കുക. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്ത 5ാമത്തെ ചോദ്യം, യമുന നദി ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലം. യമുന നദി ഗംഗയുമായിട്ട് സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? പ്രയാഗ്രാജ് ആണ്. ഓപ്ഷൻ ബി ആണ്, പ്രയാഗ്രാജ് ആണ്. 6ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ദെൻ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു പ്രധാന നദി ഏത്? പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദി, അത് ഞാൻ ഓപ്ഷൻ വായിക്കാം. 4 ഓപ്ഷനാണ് ഉള്ളത്: നർമ്മദ, ഗംഗ, ഗോദാവരി, മഹാനദി. ഇതില് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? നർമ്മദാ നദിയാണ്. നർമ്മദാ നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്: കേരളത്തില് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയും പെരിയാർ നദിയാണ്. പെരിയാർ നദിയിലുള്ള അണക്കെട്ടുകൾ ഏത് എന്നുള്ള രീതിയിലൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 9ാമത്തെ ചോദ്യം പ്രീവിയസ് ഇയർ ആണ്: സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് തൂതപ്പുഴയാണെന്ന് ഓർത്തോളൂ. 10ാമത്തെ ചോദ്യം, അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇവിടെ പതിക്കുന്നതാണ് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അതേതാണ്? ആൻസർ വരുന്നത് ഭാരതപ്പുഴയാണ്. ഈ തന്നിട്ടുള്ളതില് പെരിയാറ്, പമ്പ, ചാലിയാർ ഇതൊന്നും അറബിക്കടലിൽ പതിക്കുന്ന നദിയല്ല. ഓക്കെ, ഭാരതപ്പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി. 11ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. ദെൻ, ഗോദാവരിയുടെ ഉത്ഭവം. ഗോദാവരിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? അമർകണ്ടകിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, അമർകണ്ടക്. 13ാമത്തെ ചോദ്യം, കൃഷ്ണ നദിയുടെ ഉത്ഭവം. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ദെൻ 14ാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. അത് മാജുലിയാണ്, അല്ലെങ്കിൽ മജുലി എന്നും ഓപ്ഷനിൽ വരാറുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നദിയാണ് പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്?
പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് നദിയാണ് ഈ തന്നിട്ടുള്ളതിൽ? പെരിയാർ നദിയാണ് അല്ലെ? ഓപ്ഷൻ എ ആണ്. ദെൻ നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ്? നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. 17ാമത്തെ ചോദ്യം, താപ്തി നദി പതിക്കുന്നത് എവിടെയാണ്? നർമ്മദയും താപ്തിയും ഒക്കെ പതിക്കുന്നത് അറബിക്കടലിലാണ്. കാരണം ഇത് രണ്ടും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. ഓക്കെ. ദെൻ അടുത്തത്, പമ്പ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ക്ഷേത്രം എല്ലാവർക്കും അറിയാം അല്ലെ? ശബരിമലയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് എന്താണ്? നിളയാണ് കേട്ടോ. ലായാണ് ഇവിടെ, ലായാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോണം. നിളയാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് ഓർത്തോളൂ. നിള, അതാണ് ഭാരതപ്പുഴയുടെ പേര്. 20ാമത്തെ ചോദ്യം, കാവേരി നദി പതിക്കുന്നത് എവിടെയാണ്? കാവേരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. 21ാമത്തെ ചോദ്യം, അമർഖണ്ഡകിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടു അല്ലെ? നർമ്മദ നദിയാണ് അമർഖണ്ഡകിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാർ നദിയാണ്. ഓപ്ഷൻ എ ആണ്. ഈ നെയ്യാർ നദി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ. ദെൻ 24ാമത്തെ ചോദ്യം, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. സോ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. അടുത്തത് 25ാമത്തത്, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. PYQ വന്നിട്ടുണ്ട്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണെന്ന് ഓർത്തോളുക. അടുത്തത് 26ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗയ്ക്കാണുള്ളത്. ഗംഗാ നദിക്കാണ്. ഓക്കെ. അടുത്തത് 27, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയും ഗംഗാ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏത്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി നദിയാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അത് ഗോദാവരി ആണെന്ന് ഓർക്കുക. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്, ഓൾഡ് ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി സരയൂ നദിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അപ്പൊ സരയൂ നദിയാണ് ഓൾഡ് ഗംഗ എന്നറിയപ്പെടുന്ന നദി. അടുത്തത്, ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര എവിടെയാണ്? ടിബറ്റിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ദെൻ കാവേരി നദിയുടെ ഉത്ഭവസ്ഥലം. കാവേരി നദി ഉത്ഭവിക്കുന്നത് തലക്കാവേരിയിൽ നിന്നാണ്. ഓപ്ഷൻ എ ആണ്. തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അടുത്തത്, മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ഇവിടെ അതിന്റെ ആൻസർ ഇല്ല കേട്ടോ. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് മൂവാറ്റുപുഴ നദിയാണ്. മൂവാറ്റുപുഴയാർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ നദി 4 ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നിങ്ങനെ 4 ജില്ലകളിലൂടെയാണ് മൂവാറ്റുപുഴ നദി ഒഴുകുന്നത്. ഓക്കെ. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ രൂപീകരിക്കുന്ന നദികൾ ഏതാണ്? കറക്റ്റ് ആൻസർ ഗംഗ ബ്രഹ്മപുത്രയാണ്. ഓപ്ഷൻ എ ആണ്. ഗംഗ ബ്രഹ്മപുത്ര നദികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ രൂപീകരിക്കുന്ന നദികൾ. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നദിയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്? വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദി
പമ്പ വേമ്പനാട്ട് കായലിലാണ്, പെരിയാർ അതെ, മീനച്ചിൽ അതെ. സോ കറക്റ്റ് ആൻസർ എല്ലാം എന്നുള്ളതാണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ്. 36ാമത്തെ ചോദ്യം, ചന്ദ്രഗിരി നദി ഏത് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്ദ്രഗിരി നദി കാസർഗോഡ് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ്. അടുത്തത്, കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കബനി നദി ഏത് നദിയുടേതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കാവേരിയുടെ പോഷക നദിയാണ് കബനി നദി. ദെൻ പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലയാണ്. ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അതേപോലെ ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയാണ് കേട്ടോ. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ആനമലയാണ്. അടുത്ത 40ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ദെൻ നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ദെൻ സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഓപ്ഷൻ എ ആണ്, നർമ്മദ നദിയാണ്. ദെൻ തെഹ്രി ആണ് കേട്ടോ ഇത്. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? തെഹ്രി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ്. ദെൻ ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിലാണ്. അടുത്ത ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയിൽ യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന നദി എന്നല്ല, ഇന്ത്യയിലുള്ളതല്ല, യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന നദി, അതാണ് ചോദ്യം വരേണ്ടത്. സോ യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന നദി ചൈനയിലുള്ള ഹുവാങ് ഹോയാണ്. ഓപ്ഷൻ ബി ആണ്, ഹുവാങ് ഹോയാണ്. ദെൻ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? റിവർ ഓഫ് സോറോ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി കോസി നദിയാണ്. ഓപ്ഷൻ എ ആണ്. 48ാമത്തെ ചോദ്യം, ദാമോദർ നദി ഏത് പേരിലാണ് പ്രസിദ്ധം? ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. 49ാമത്തെ ചോദ്യം, ഗംഗയുടെ പ്രധാന പോഷക നദി അല്ലാത്തത്? ഈ തന്നിട്ടുള്ളതിൽ താപ്തിയാണ് ഗംഗയുടെ പോഷക നദി അല്ലാത്തത്. ഓപ്ഷൻ ഡി. ബാക്കി യമുന, ഗണ്ഡക്, കോസി ഇതെല്ലാം ഗംഗയുടെ പോഷക നദികളാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എല്ലാവർക്കും അറിയാം, നൈൽ നദിയാണ്. ഓക്കെ. അപ്പോൾ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലെ ടോപ്പിക് വൈസ് PYQs അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്